ക്ലാസ് മുറിയിലെ പഠനത്തിന് പുറമെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ഗവേഷണ കൗതുകവും ഉളവാക്കാനായി തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ ആരംഭിച്ച അഡൽട്ട് ടിങ്കറിംഗ് ലാബിൻ്റെ പ്രവർത്തനം ശ്രദ്ധ ആകർഷിക്കുന്നു. പൊതുസമൂഹത്തിന് ഉപകരിക്കപ്പെടുന്ന നൂതന ഉപകരണങ്ങൾ ഇതിനകം അഡൽട്ട് ടിങ്കറിംഗ് ലാബിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ അമൃത യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലാണ് തലശ്ശേരിയിലെ അമൃത വിദ്യാലയത്തിലെ അഡൽട്ട് ടിങ്കറിംഗ് ലാബിൽ കുട്ടികൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്നത്. ക്ലാസ് മുറികളിലെ പഠനത്തിനു പുറമെ കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുകയും അവരെ ഭാവി ശാസ്ത്രജ്ഞന്മാരായി രൂപപ്പെടുത്തി ഉത്തമ പൗരന്മാരാക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഇതിനകം ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു എടുത്തുപറയേണ്ട കണ്ടുപിടുത്തമാണ് ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് ഫൈബർ കൊണ്ട് രൂപപ്പെടുത്തിയ ബോട്ട്. ഫൈബർ ഷീറ്റിന് അടിയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ അടുക്കിവെച്ച് പല കൊണ്ട് വലയമുണ്ടാക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നിലം വൃത്തിയാക്കാനുള്ള ഉപകരണം, ബുക്ക് സ്റ്റാൻഡ്, ലാപ്ടോപ്പ് സ്റ്റാൻഡ്, സ്പോർട്സ് ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള സ്റ്റാൻഡ് തുടങ്ങിയവയും ലാബിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള 6 റിസർച്ചേഴ്സാണ്. ഇവിടെ നമ്മൾ മേക്കർ വർക്ക്ഷോപ്പ് എന്നുള്ള വർക്ക്ഷോപ്പാണ് നടത്താൻ ശ്രമിക്കുന്നത്. കുട്ടികൾക്ക് അതിൽ പ്രൊഡക്റ്റ് ഡിസൈൻ തിങ്കിങ്, പിന്നെ ഇന്നോവേഷൻ ഇത്യാദികളാണ് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ കുട്ടികൾ കഴിഞ്ഞ 5 ദിവസത്തിൽ 8ാം ക്ലാസ് കുട്ടികൾ ഇവിടെ അമൃത വിദ്യാലയം തലശ്ശേരിയിൽ അഡൽട്ട് ടിങ്കറിംഗ് ലാബ്സ് എന്ന് പറഞ്ഞ സെറ്റപ്പ്, അതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പിൽ അവർ പഠിക്കുന്ന കാര്യങ്ങൾ PVC കൊണ്ടും വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽസും വേറെ വേസ്റ്റ് സാമഗ്രികളും കൊണ്ടും എങ്ങനെ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അവർ അതിന് വേണ്ടിയിട്ട് സ്കൂളിന് വേണ്ടി ഒരു ഫുട്ബോൾ പോസ്റ്റ്, ബ്രൂം സ്റ്റാൻഡ്, പിന്നെ ബുക്ക് സ്റ്റാൻഡ് ഇത്യാദികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് മേക്കർ വർക്ക്ഷോപ്സും റോബോട്ടിക്സ്, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്, ലൈഫ് സ്കിൽസ്, സോഷ്യൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞ 5 വർക്ക്ഷോപ്പ് ഞങ്ങൾ പല ഭാഗത്തിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് തുടങ്ങിയത് ഇത് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് നമ്മളെ ക്ഷണിച്ച്, അമൃത യൂണിവേഴ്സിറ്റി ക്ഷണിച്ച് ഇവിടുത്തെ റിസർച്ചേഴ്സ് അവിടെ ചെന്ന് 200 മെൻമാരെ അവിടെ ട്രെയിൻ ചെയ്ത് 400ഓളം സ്കൂൾസിൽ ഈ പ്രോജക്റ്റ് ഞാൻ തുടങ്ങി വെക്കുക ചെയ്തത്. ലാബിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളും അവരുടെ അഭിപ്രായം പങ്കുവച്ചു. So we have got workshop here for Monday to Saturday. It improves our skill and thinking. We have been divided into groups. So we are having group works. After that we have special projects. It is really interesting for me. വർക്ക്ഷോപ്പ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കുറേ ഇന്നോവേറ്റീവ് ഐഡിയാസ് നമുക്ക് തന്നു. കുറേ ഡിസൈനിങ് എക്സെട്ര അങ്ങനത്തെ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റി. നല്ല ചാലഞ്ചിങ് ആയിരുന്നു. അവർ നമ്മളെ കുറേ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഓരോരോ പ്രൊജക്റ്റും തന്ന് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കുറേ പഠിച്ചു. ഇപ്പോൾ നടക്കുന്ന 5 ദിവസത്തെ പരിശീലനത്തിൽ 8ാം ക്ലാസ്സിലെ 80ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പാൾ ബ്രഹ്മചാരിണി ഷീലയുടെ അഭാവത്തിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് സിന്ധൂരി, സുമി നിചേഷ്, ഉഷാ മനോഹരൻ എന്നിവരാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. കുട്ടികൾ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബോട്ട് പിന്നീട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രക്കുളത്തിൽ ഇറക്കി പരീക്ഷിച്ചു. കുട്ടികൾ പങ്കായം ഉപയോഗിച്ച് തുഴഞ്ഞുകൊണ്ട് ബോട്ടിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തി.